ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ഗട്ട് റീസെറ്റ് പ്ലസ് വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പൊ എനിക്ക് ഇതിനോടകം തന്നെ ഇത് ആക്ച്വലി ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു 7 ഡേയ്സ് ചാലഞ്ചിന്റെ ഫോളോ അപ്പ് വീഡിയോ ആണ്. ഇതിനോടകം തന്നെ എനിക്ക് വാട്സപ്പിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിലാണൊക്കെ മെസ്സേജസ് വരുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് റിസൾട്ട് കിട്ടി തുടങ്ങുന്നുണ്ട്, ഒരു ബെറ്റർ ഫീലിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യണം തോന്നി. അപ്പോ ഒന്നാമത്തെ കാര്യം, ഇതിപ്പം പ്രോപ്പർ ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ ഞാൻ ആദ്യം പറയാം. നിങ്ങളുടെ ബ്ലോട്ടിങ് കുറച്ച് റെഡ്യൂസ് ആയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വയറ് ഒന്ന് എന്താ പറയുക ഒട്ടിയതായിട്ട്, അതായത് വയറൊന്ന് കുറഞ്ഞതായിട്ട്, നമ്മുടെ ഡൈജഷൻ ഇഷ്യൂസും ബ്ലോട്ടിങ്ങും ഒക്കെ കുറയുമ്പോൾ തന്നെ വയറൊന്ന് ചെറിയ രീതിയിൽ ലൈറ്റർ ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ ഹാർഡ് ബേൺ, അതുപോലെ തന്നെ ഇൻഡൈജഷൻ ഇഷ്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തതായിട്ട്, കംപ്ലീറ്റ്ലി മാറി എന്നെല്ലാം പറയുന്നത്, ഒന്ന് റെഡ്യൂസ് ആയതായിട്ട് ഒരു ബെറ്റർ ഫീലിംഗ് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സമയത്തോടകം ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ മൂഡ് ഒന്ന് ബൂസ്റ്റ് ആയിട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ടമ്മി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗട്ട് എന്ന് പറയുന്ന നമ്മളുടെ ബ്രെയിനുമായിട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ് ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വയറിന് എന്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നോ അതൊക്കെ നമ്മുടെ മൂഡിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ വയറ് ഹെൽത്തി ആയിട്ട് മാറുന്നതിനനുസരിച്ച് നമ്മുടെ മൂഡും ഹെൽത്തി ആയിട്ട് മാറും. നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നതും ഈ ഒരു പ്ലാന് സക്സസ് ആയിട്ട് നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സയൻസ് ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര എഫേർട്ട് ഇട്ടിട്ടാണോ നിങ്ങൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഒരു മീനിങ്. പിന്നെ നമ്മളൊരു പ്ലാന്, അതിപ്പം എത്ര ഒരു ഷോർട്ട് ഡ്യൂറേഷൻ പ്ലാൻ ആണ്, ഇതൊരു ജസ്റ്റ് ഒരു 7 ഡേയ്സ് ചാലഞ്ച് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ, നമ്മുടെ ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് എത്ര ഷോർട്ട് ഡ്യൂറേഷൻ പ്ലാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോ പക്ഷേ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിന്റെ റിയൽ മാജിക് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് റിസൾട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2-3 ദിവസം കൊണ്ട് കിട്ടേണ്ടതല്ല. അതിന് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം അത്യാവശ്യമാണ്. അപ്പോഴാണ് അതിന്റെ ആ ഒരു പ്ലാനിന്റെ, ആ ഒരു പ്രോസസ്സിന്റെ ഒരു റിയൽ മാജിക് നിങ്ങളുടെ ബോഡിയിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ, കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് ചെയ്തേ പറ്റുള്ളൂ, ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്ത് ആ ഒരു ഡയറ്റ് പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. പിന്നെ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ലൈറ്റ്ലി ഒരു ലോവർ എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ്. കാരണം നമ്മൾ ഇതൊരു ഗട്ട് റീസെറ്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തൊരു ചാലഞ്ച് അല്ല, വെയിറ്റ് ലോസും കൂടെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത ഒരു ചാലഞ്ച് ആണ്. അപ്പൊ നമ്മൾ 7 ഡേയ്സിൽ മാക്സിമം 3 kg എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു 1000 കലോറി മീൽ പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലോവർ എനർജി മീൽ പ്ലാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നോർമൽ ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹൈഡ്രേഷൻ പ്രോപ്പർ ആണോ, ഒരു മിനിമം 3 ലിറ്റർ വാട്ടർ എടുക്കുന്നുണ്ടോ, നമ്മൾ തന്നിരിക്കുന്ന ഡയറ്റിൽ തന്നിരിക്കുന്ന മീൽസ് പ്രോപ്പർ ടൈമിങ്ങിൽ എടുക്കുന്നുണ്ടോ, പിന്നെ ജങ്ക്സ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ഷുഗറി ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു 7 ദിവസമാണെങ്കിലും ഒരു കുട്ടി കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു 7 ഡേയ്സിൽ ഒരു ദിവസം ഒരു വെഡിങ് വരുന്നുണ്ട്, അപ്പൊ അന്നത്തെ ദിവസം ഡയറ്റ് തെറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്. പക്ഷെ നമ്മളൊരു ഗട്ട് റീസെറ്റ് എന്ന് പറയുന്നത് അതിന് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള സമയം എടുത്ത് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇടയ്ക്ക് വെച്ച് വീണ്ടും നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ, കൂടുതൽ ഗ്രീസി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് ബോഡിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മീലോ 2 മീലോ ഒക്കെ ഒന്ന് മാറിപ്പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. വീണ്ടും നിങ്ങൾ പിറ്റേ ദിവസം മുതൽ ട്രാക്കിൽ വരാനായിട്ട് നോക്കുക. ഒരു ദിവസം കൂടി എക്സ്ട്രാ ഈ ഒരു പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഈ ഒരു 7 ഡേയ്സിൽ നിങ്ങൾക്ക് 1-2 ദിവസം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 2 ദിവസം നിങ്ങൾ ബ്രേക്ക് എടുത്ത് വീണ്ടും 2 ദിവസം ഈ ഒരു ഷെഡ്യൂളിലോട്ട് ആഡ് ചെയ്യുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പ്ലാൻ ഫിനിഷ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു 7 ഡേയ്സ് നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ഗട്ട് റീസെറ്റ് പ്ലസ് വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിനകത്ത് ഞാൻ കൂടുതലായിട്ട് പ്രോബയോട്ടിക്, പ്രീബയോട്ടിക്, ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 7 ഡേയ്സ് നിങ്ങൾ കഴിയുന്നതും കഞ്ഞിവെള്ളം നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമായിട്ട് മാറ്റാനായിട്ട് നോക്കുക. നമുക്ക് ക്ഷീണം വരുമ്പോൾ ഒക്കെ കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കേട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക. പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, ബനാന ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഈ ഒരു 7 ഡേയ്സ് കൂടുതലായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക.
പിന്നെ ഞാൻ പറഞ്ഞിരുന്ന പോലെ നിങ്ങൾ ഹൈഡ്രേഷൻ പാർട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു 3 ലിറ്റർ വെള്ളം വരെ കുടിക്കണം. അതുപോലെ തന്നെ ഡെയിലി ഒരു 5000 സ്റ്റെപ്സും കൂടെ നമ്മൾ വോക്ക് ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഹീലിംഗ്, അതൊക്കെ നടക്കണമെങ്കിൽ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതൊക്കെ നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫെബ്രുവരി വെയിറ്റ് ലോസ് ബാച്ചിന്റെ ബിഫിറ്റിലെ ഫെബ്രുവരി വെയിറ്റ് ലോസ് ബാച്ചിന്റെ അഡ്മിഷൻ, ലാസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 3-നാണ് നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇത്തവണ 4 വീക്സ് പ്ലാൻ ഉണ്ട്, 60 ഡേയ്സ് പ്ലാൻ ഉണ്ട്, 90 ഡേയ്സ് ട്രാൻസ്ഫർമേഷൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് ഡയറ്റ് മാത്രമായിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം, ലൈവ് സെഷൻ മാത്രമായിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം, ഡയറ്റും ലൈവും കൂടെ ഒരു പ്രീമിയം പ്ലാൻ ആയിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്ലാൻ ചൂസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ്, നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സ്, നിങ്ങളുടെ പ്രിഫറൻസസ് ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് മീൽ പ്ലാൻ ആണ് നമ്മുടെ ഡയറ്റ് കോച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരിക. അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ് മോണിറ്ററിംഗും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ടൈം സോൺ അനുസരിച്ചിട്ടുള്ള ഒരുപാട് ലൈവ് സെഷൻ ടൈമിങ്സ് നമുക്കുണ്ട്. അപ്പൊ ഏത് ലൈവ് സെഷൻ ആണോ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ബാച്ച് ഫ്ലെക്സിബിലിറ്റി തരുന്നതാണ്. അതും അല്ലാതെ നമ്മൾ റെക്കോർഡ് സെഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് സെഷൻസ് മിസ് ആവാനുള്ള ചാൻസസും ഇല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം മെന്ററിനെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു വെയിറ്റ് ലോസ് ജേർണി ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മോട്ടിവേഷൻ ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു പ്ലാൻ ആയിരിക്കും നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിൽ വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ബിഫിറ്റിൽ നമ്മുടെ ഫെബ്രുവരി ബാച്ചിന്റെ ലാസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട് നമ്മളെ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മളെ 7 ഡേയ്സ് ചാലഞ്ച് ഏകദേശം വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ കുറെ പേർക്കുള്ള ഒരു ഡൗട്ട്, ഇപ്പൊ വെയിറ്റ് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വെയിറ്റ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അത് ഒരുപാട് പേർക്ക് പ്രശ്നമുള്ളതാണെന്ന് തോന്നുന്നു. നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ആ വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഉടനെ തന്നെ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗട്ട് റീസെറ്റ് പ്ലസ് വെയിറ്റ് ലോസ് ചാലഞ്ച് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ്. എല്ലാവരും പ്രോപ്പർ ആയിട്ട് അത് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവർക്കും മാക്സിമം റിസൾട്ട് കിട്ടട്ടെ. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഗട്ട് ഹീൽ ചെയ്ത് ഗട്ടിനെ റീസെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു 7 ഡേയ്സ് കൊണ്ട് സാധിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു പ്രോപ്പർ വെയിറ്റ് ലോസ് ചാലഞ്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ഗട്ട് റീസെറ്റ് ചാലഞ്ചിനൊപ്പം തന്നെ നിങ്ങളുടെ റിസൾട്ട് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഫെബ്രുവരി ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അത്രമാത്രം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ. മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.